ഈ ഫ്രഞ്ച് പടയെ തടയാൻ ആഫ്രിക്കൻ കരുത്തിനും കെൽപ്പില്ല. ലോകകപ്പിൽ അത് തുടർച്ചയായ മൂന്നാം ലോകകപ്പിൽ ഫ്രാൻസ് സെമി ഫൈനലിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. കിലിയൻ എംബാപ്പെ ഒപ്പം ഔസ്മാൻ ഡെംബലെ രണ്ടുപേരും ഗോളുകൾ നേടി ഫ്രാൻസിന് വേണ്ടി. ഇസ്മായിൽ സായ്ബരിയുടെ അഭാവത്തിൽ ഏറെക്കുറെ പ്രതിരോധത്തിലേക്ക് മാത്രം വലിഞ്ഞ മൊറോക്കോ ആദ്യ പകുതിയിൽ ഫ്രാൻസിനെ ഗോളടിക്കാതെ പിടിച്ചുകെട്ടിയെന്ന് ശരി തന്നെയാണ്. പക്ഷേ രണ്ടാം പകുതിയിൽ കളി മാറി. മാത്രമല്ല, ഗോൾ കീപ്പർ യാസിൻ ബോനുവിന്റെ ഗംഭീര സേവുകളും ആഫ്രിക്കൻ ടീമിന് ആദ്യ പകുതിയിൽ തുണയായി. എംബപ്പയുടെ പെനാൽറ്റി ഉൾപ്പെടെ 6 സേവുകളാണ് മത്സരത്തിൽ ബോനു നേടിയത്. ഇനി 60-ാം മിനിറ്റിലായിരുന്നു എംബപ്പയുടെ ഗോൾ. 6 മിനിറ്റിനപ്പുറം ഡെംബലയിലൂടെ ഫ്രാൻസ് ലീഡ് ഉയർത്തുകയും ചെയ്തു. അങ്ങനെ തുടർച്ചയായി മൂന്നാം ലോകകപ്പിൽ ഫ്രാൻസ് സെമി ഫൈനലിലെത്തി. ഈ തോൽവിയോടെ രാജ്യാന്തര ഫുട്ബോളിൽ തുടർച്ചയായിട്ടുള്ള 34 മത്സരങ്ങളിലെ അപരാജിത കുതിപ്പ് എന്നുള്ള നേട്ടവും ഇല്ലാതായി മൊറോക്കോയ്ക്ക്. ഈ ടൂർണമെന്റിൽ 8ാമത്തെ ഗോളാണ് കിലിയൻ എംബാപ്പെ നേടിയത്. ലയണൽ മെസ്സിക്കും 8 ഗോളുകളാണ്. പക്ഷേ അസിസ്റ്റുകളുടെ എണ്ണത്തിൽ മുന്നിലുള്ള എംബാപ്പയാണ് ഇപ്പോൾ ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ മുൻപിൽ 1ാം സ്ഥാനത്ത്. ആരാധകർ വലിയ ആവേശത്തിലായിരുന്നു, ഫ്രഞ്ച് ആരാധകർ. പക്ഷേ മൊറോക്കൻ ആരാധകർക്ക് നിരാശയുടെ സമയമാണ്. ബോസ്റ്റണിൽ വലിയ തോതിൽ തുടർച്ചയായി 3ാം ലോകകപ്പ് സെമി ഫൈനൽ ആഘോഷം അവർ ഗംഭീരമാക്കി. ലേ ബ്ലൂസ് America is magic. I got to Dallas. Let's go. We knew the team got it. I think we had all the game under control. The momentum was all over France, so we were able to get the win. So I'm very happy and very excited for the next games. I feel proud. I mean, France is a very, very good team. You know, we fight in a wall. It's a very good team. We weren't lucky. We were lucky to block that penalty. Bono played very well, but actually we still have something missing in the puzzle. Man, it's a tough game. We didn't get lucky. We had a tough pad. You know, we didn't get the easy pad. We got Brazil, we got Netherlands. We did good. We're proud. We'll be back, like I said, in 2030. Morocco, next time we're going to do good. We're going to win them. We're going to get Mbappe back. He knows it. Okay? And we're going to just win. That's what we do. A bit disappointed, but they played a better game. They played a better game. Good for France. They deserve the win. Congratulations, France. ജോസഫ് ജോർജ് തത്സമയം ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ഫുട്ബോൾ കമന്റേറ്റർ, ഫുട്ബോൾ നിരീക്ഷകൻ ജോസഫ്. ഇപ്പോൾ മൊറോക്കൻ ആരാധകർ പോലും പറയുന്നുണ്ട് അവരാണ് നന്നായി കളിച്ചത്, അവർ ജയിച്ചു എന്നുള്ളത്. അതിൽ സംശയവുമില്ല. ഇസ്മായിൽ സായ്ബരി എന്ന ആ ഒരു പ്ലെയറിന്റെ അഭാവം അത് നീടിച്ചു നിന്നു മൊറോക്കോയുടെ ഈ പ്രകടനത്തിൽ എന്നല്ലേ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത്? തീർച്ചയായിട്ടും മൊറോക്കോയ്ക്ക് ഒരു അറ്റാക്കിംഗ് ഫോക്കൽ പോയിന്റ് ഉണ്ടായിരുന്നില്ല ഈ മത്സരത്തിൽ. ആദ്യ പകുതിയിൽ കംപ്ലീറ്റ് ഡിഫൻസ് ആയിപ്പോയി. അവർക്ക് ആ ഒരു ഡിഫൻസിൽ നിന്നും പാസ് ചെയ്ത് മുന്നേറുമ്പോൾ പൊതുവെ ഒരു ഔട്ട്ലെറ്റ് കൊടുക്കാറുണ്ട് സായ്ബരി. ഇന്ന് സായ്ബരി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ചെറുതായിട്ട് പാസ് ചെയ്ത് കളിക്കുമ്പോൾ ഫ്രാൻസ് അത് കളിച്ചോട്ടെ എന്ന് വെച്ച് നിൽക്കുകയായിരുന്നു. പലപ്പോഴും പൊസഷനും മുഴുവൻ മേധാവിത്വം അവർക്ക് തന്നെയായിരുന്നു. ആദ്യ പകുതിയിൽ നോക്കുവാണെങ്കിൽ 13 ഷോട്ട് ഫ്രാൻസ് എടുത്തു, 1 മാത്രമാണ് മൊറോക്കോയ്ക്ക് എടുക്കാൻ പറ്റിയത്. അപ്പോൾ അതിൽ തന്നെ വളരെ വ്യക്തമായിരുന്നു അവരുടെ കൗണ്ടർ അറ്റാക്കിങ്ങിന് ഒരു ഫോക്കൽ പോയിന്റ് ഇല്ല. മൊറോക്കോയ്ക്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തരണം ചെയ്താൽ മതി എന്നുള്ളൊരു അവസ്ഥയിൽ അവർ കളിക്കുന്ന പോലെ പലപ്പോഴും തോന്നിപ്പോയി. അപ്പോൾ ഇനി ഫ്രാൻസ് പക്ഷേ ആദ്യ പകുതിയിൽ ഗോൾ നേടാൻ പലവട്ടം ശ്രമിച്ചു. കംപ്ലീറ്റ് ഡിഫൻസ് ആയിരുന്നു മൊറോക്കോയുടെ എന്നുള്ളത് ശരി തന്നെ. പക്ഷേ എങ്കിൽ പോലും ചില കാര്യങ്ങൾ മൊറോക്കോ ഈ മത്സരത്തിൽ തുറന്നു കാട്ടുന്നില്ല. അതായത് കുറച്ചുകൂടി ബെറ്റർ മിഡ്ഫീൽഡുള്ള ഒരു ടീമിന് ഈ ഫ്രഞ്ച് പടയെ തോൽപ്പിക്കുക പ്രയാസകരമൊന്നുമല്ല. ആരും കരുതുന്ന പോലെ തോൽപ്പിക്കാൻ കഴിയാത്ത സംഘമൊന്നുമല്ല ഫ്രാൻസ് എന്ന് ഒരു പക്ഷേ മൊറോക്കോ പ്രൂവ് ചെയ്യുന്നുണ്ടല്ലോ ഈ മത്സരത്തിൽ. ഫ്രാൻസിന്റെ ഫിനിഷിങ്ങിലെ പോരായ്മകളും കൂടെ അതിന് നമ്മൾ എടുത്തു പറയണം. താങ്കൾ പറഞ്ഞതുപോലെ മിഡ്ഫീൽഡിൽ ഒരു വസ്തുതയാണ്, മൊറോക്കോ കുറച്ചുകൂടെ പന്തടക്കം വെക്കുന്ന ഒരു മിഡ്ഫീൽഡാണ്. അപ്പം ഫ്രാൻസ് സ്പെയിൻ പോരാട്ടം വരികയാണെങ്കിൽ എങ്ങനെയാവും ഫ്രാൻസിന്റെ കാര്യം? പക്ഷെ ഫ്രാൻസിന് അവരൊരിക്കലും ഒരു 1 ഡയമെൻഷണൽ ടീം അല്ല. ഇനി അവർക്ക് പന്തില്ലെങ്കിലും പെട്ടെന്ന് ട്രാൻസിഷൻ നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. എംബാപ്പയ്ക്ക് നല്ല വേഗതയുണ്ട്. ഡെംബലെ, ഒലിസെ എല്ലാവരും തന്നെ വളരെ പെട്ടെന്ന് തന്നെ ട്രാൻസിഷൻ നടത്താൻ കപ്പാസിറ്റി ഉള്ളവരാണ്. ഇന്നത്തെ കളിയിൽ വളരെയധികം ഡുവേയും ഇംപ്രസ് ചെയ്തു. ഡുവേയും അതുപോലെ തന്നെ ലെഫ്റ്റിൽ നല്ല കട്ടിങ് ചെയ്ത് നല്ല ഷോട്ടൊക്കെ എടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ വീക്ക്നെസ് കാണിച്ചു എന്ന് പറഞ്ഞാൽ പോലും അത് ഇന്ന് ഷുവാമനി ഇല്ലായിരുന്നു. ഇന്ന് മനു കോനെ നല്ല അടിപൊളിയായിട്ട് മിഡ്ഫീൽഡിൽ കളിച്ചു. റാബിയോ സാധാരണ കളിക്കുന്ന പോലെ അതേ ഒരു നിലവാരം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. അദ്ദേഹം കുറച്ചുകൂടെ മെച്ചപ്പെടേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ മിഡ്ഫീൽഡിൽ കൺട്രോൾ ചെയ്യണമെങ്കിൽ അത് റാബിയോയുടെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹമാണ് അവിടെ ഒരു ചെറിയൊരു വീക്ക് ലിങ്ക് ആയിട്ട് എനിക്ക് തോന്നിയത്.
ഡിഫൻസിലോ ഈ മറ്റേ ഉപ്പമെക്കാനോയും ഒപ്പം സാലിബായും ആ സെൻറ്റർ എങ്ങനെയുണ്ടായിരുന്നു? അതിൽ ഈ പറയുന്ന പോലെ മൊറോക്കോയുടെ അറ്റാക്കുകൾ കുറവാണ് എന്നുകൂടി ചേർത്ത് വെക്കുന്നു. അവർക്ക് കാര്യമായ പണി ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ആദ്യ 75 മിനിറ്റിലെ ഏറ്റവും നല്ല മൊറോക്കോ അവസരം ഉപമെക്കാനോട് ഒരു ക്ലിയറൻസ് ഒന്ന് ഡിഫ്ലക്ട് ചെയ്ത് പുറകിലേക്ക് പോയതാണ്. ഗോൾ കീപ്പറുടെ ജസ്റ്റ് ഒരു റേഞ്ചിൽ വെളിയിലായിരുന്നു പോയത്. അതായിരുന്നു അവിടെ ഏറ്റവും മികച്ച അവസരം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡിഫൻസ് അവരുടെ ജോലി ഇന്ന് ഭംഗിയായിട്ട് ചെയ്തു. സാലിബ ആൻഡ് ഉപമെക്കാനോ, അതുപോലെ തന്നെ റൈറ്റിൽ കുണ്ടെ നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ലെഫ്റ്റിൽ ഡീനയുടെ ആ ഒരു ഫസ്റ്റ് ഹാഫിലെ ഷോട്ട് എടുത്ത് പറയണം. നല്ല, അതായത് കളിച്ച് കയറാനൊരു അവസരം ഇല്ലാത്തപ്പോൾ, അതായത് ബോക്സ് ഒക്കെ ക്രൗഡ് ചെയ്ത് കളയുവാണ്, മിഡ്ഫീൽഡിൽ നിന്ന് ഏരിയ ഇല്ലെങ്കിൽ ഇങ്ങനെയും ഔട്ട്ലെറ്റ് ഉണ്ട് എന്ന് ലൂക്ക ഡിഗ്നെ വളരെ കൃത്യമായിട്ട് കാണിച്ചു. നല്ല അടിപൊളി ഷോട്ടായിരുന്നു. ക്രോസ് ബാർ തരിച്ചുപോയി എന്ന് പറയാം. റൈറ്റ്. ഇനി ലയണൽ മെസ്സിയുടെ പെനാൾട്ടി മിസ്സാകലുകൾ വലിയ തോതിൽ ആഘോഷിക്കുമ്പോഴാണ് അതാ എംബാപ്പയും പെനാൾട്ടി മിസ്സാക്കുന്നു. അതായത് എംബാപ്പെ എത്ര കോൺഫിഡൻ്റ് എടുക്കുമെന്ന് കരുതും. പക്ഷേ അവിടെ ബോനുവിൻ്റെ ആ ഗോൾ കീപ്പറുടെ ഒരു ആധിപത്യമാണോ എംബാപ്പയ്ക്ക് തിരിച്ചടിയായത്? ബോനു എന്താണോ ആഗ്രഹിച്ചത് ആ ട്രാക്കിൽ എംബാപ്പെ കൊണ്ടുവന്നു. പെനാൽറ്റി എടുക്കാൻ വരുമ്പോൾ എംബാപ്പെ ശരിക്കും ലെഫ്റ്റിലേക്ക് നോക്കുന്നുണ്ട്, ലെഫ്റ്റിലേക്ക് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. പല വട്ടം അങ്ങോട്ട് നോക്കി ഞാൻ ഇങ്ങോട്ടാണ് അടിക്കുന്നത് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കി. ബോനു അതിൽ ഓക്കെ ഞാനതിൽ വീണു എന്നുള്ള രീതിയിൽ പെനാൽറ്റി എടുക്കാൻ ആ പോസ് ഇട്ട നേരത്ത് റൈറ്റിലേക്ക് ഒരു ചെറിയ മൂവ്മെന്റ്, അതായത് എംബാപ്പയുടെ ലെഫ്റ്റിലേക്ക് ഒരു മൂവ്മെന്റ് വിട്ടപ്പോൾ എംബാപ്പയും ബോനുവും രണ്ടുപേരും ഉറപ്പിച്ചു എന്നാൽ പിന്നെ ഈ സൈഡിലേക്ക് ഇട്ടേക്കാം. അതുകൊണ്ട് തന്നെ വളരെ അനായാസമായ ഒരു പെനാൽറ്റിയായി. ബോനുവിന്റെ ട്രാപ്പിൽ എംബാപ്പെ വീണു എന്ന് ഞാൻ പറയും. ബോനോ നല്ല മനോഹരമായ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തു, അതിൽ എംബാപ്പെ വീണു. ശരിക്കും ബോനോന്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ലോകകപ്പിൽ 9 പെനാൽറ്റി ഫേസ് ചെയ്തതിൽ 2 എണ്ണം മാത്രമേ അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടുള്ളൂ. 4 എണ്ണം സേവ് ചെയ്തു, 3 എണ്ണം പുറത്തേക്ക്. അപ്പൊ അത് വിദഗ്ധമായി പെനാൽറ്റി ടേക്കേഴ്സിനെ കബളിപ്പിക്കുന്നുണ്ട്. ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ മെസ്സിക്ക് സാധ്യമായതെല്ലാം എംബാപ്പയ്ക്കും സാധ്യമാണെന്ന് എംബാപ്പയും കാണിച്ചു. പെനാൽറ്റി മിസ് ചെയ്തിട്ട് ഒരു ഗോളും അസിസ്റ്റും ഇന്നത്തെ മത്സരത്തിൽ നേടി. അപ്പോൾ എംബാപ്പെ അദ്ദേഹം മെസ്സിയെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി. ഗോൾ വേട്ടയിലും എംബാപ്പെ മെസ്സിക്കൊപ്പം ഉണ്ടല്ലോ. അസിസ്റ്റിന്റെ എണ്ണത്തിൽ എംബാപ്പയാണ് മുന്നിൽ എന്നുള്ളതുകൊണ്ട് തന്നെ പട്ടികയിൽ ഒന്നാമനും എംബാപ്പയാണ്. ഇനി ഈ മത്സരത്തിൽ ആദ്യ ഗോൾ എംബാപ്പയിലൂടെ ഫ്രാൻസ് നേടുന്നു 60-ാം മിനിറ്റിൽ. പക്ഷെ മൊറോക്കോ വലിയ തോതിൽ അതിൽ ഒരു വാറിന് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ ഒരു വാർ പരിശോധനയുടെ സാഹചര്യമുണ്ടോ? ഈ വാറാണല്ലോ മൊത്തത്തിൽ ചർച്ച. ആ ഒരു ഗോളിന്റെ സാഹചര്യത്തിൽ വാറിന്റെ ഓപ്ഷൻ ഇല്ല. ക്ലിയർ ആൻഡ് ഒബ്വിയസ് എററിൽ മാത്രമേ വാറിന് ഇടപെടാൻ പറ്റുള്ളൂ. അവിടെ ഒരു സാധ്യത ഉണ്ടായിരുന്നത് ആ ഗോളിന്റെ ബിൽഡപ്പിന് തൊട്ട് മുമ്പ്, അതായത് 1 മിനിറ്റ് പോലും ആയിട്ടില്ല, ഒരു ഹാൻഡ് ബോൾ അപ്പീൽ ഉണ്ട്. അപ്പൊ അത് ഹാൻഡ് ആണോ അല്ലയോ എന്ന് പരിശോധിക്കണമെങ്കിൽ ആ മൂവ്മെന്റിൽ തന്നെ, ആ അറ്റാക്കിംഗ് ഫേസിൽ തന്നെ അത് ഗോൾ ആവണം. എന്നാൽ മാത്രമേ വാറിന് ആ ഒരു അറ്റാക്കിംഗ് ഫേസ് മാത്രമേ പരിശോധിക്കാൻ പറ്റുള്ളൂ. ശരിക്കും അതിനുശേഷം ആ ബോക്സിലേക്ക് വരുന്ന പന്ത് മസ്രായി ക്ലിയർ ചെയ്യുന്നു. അതിനുശേഷം ആ പന്ത് രണ്ടാമത് ഫ്രാൻസ് എടുത്തിട്ടാണ് എംബാപ്പയിലേക്ക് എത്തുന്നത്, ഫിനിഷ് ചെയ്യുന്നത്. അപ്പൊ മസ്രായുടെ ക്ലിയറൻസ് തുടങ്ങിയപ്പോൾ ചെക്ക് ചെയ്യുള്ളൂ വാർ ആ ഗോളിന് മുമ്പത്തെ അറ്റാക്കിംഗ് ഫേസ്. അതിന് തൊട്ട് മുമ്പുള്ള ഫേസിലാണ് ഈ പറയുന്ന ഒരു ഹാൻഡ് ബോൾ അപ്പീലും മൊറോക്കോ താരങ്ങളൊക്കെ അപ്പീൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വാറിന്റെ പരിധിക്ക് പുറത്താണ് ആ ഇൻസിഡന്റ്. അതുകൊണ്ട് മാത്രമാണ് അത് വാറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ക്ലിയർ ആൻഡ് ഒബ്വിയസ് എറർ ആ അറ്റാക്കിംഗ് ഫേസിലില്ല. അതുകൊണ്ട് തന്നെ എംബാപ്പയുടെ അത്യുഗ്രൻ ഫിനിഷ് അർഹിച്ച ഗോളും കിട്ടി. റൈറ്റ്. ജോസഫ്, ഒന്ന് തുടരുക. നമുക്ക് ഇനി ഇന്നത്തെ മത്സരമായ 2ാമത്തെ ക്വാർട്ടർ ഫൈനലിൽ അത് യൂറോപ്യൻ ഭീമന്മാരുടെ പോരാട്ടമാണ്. സ്പെയിനും ബെൽജിയവും സെമി ഫൈനൽ ലക്ഷ്യമിട്ട് നേർക്കുനേർ വരുന്നു. ഇംഗ്ലവുഡിലെ സോഫി സ്റ്റേഡിയത്തിൽ രാത്രി 12:30-ക്കാണ് മത്സരം. നമുക്ക് റിപ്പോർട്ട് കണ്ട ശേഷം നമുക്ക് ജോസഫിലേക്ക് എത്താം. സ്പാനിഷ് ഡിഫൻസും ബെൽജിയം മുന്നേറ്റവും തമ്മിലുള്ള പോരാട്ടം. യൂറോപ്യൻ ചാമ്പ്യന്മാർക്ക് ലോകവേദിയിൽ ബെൽജിയത്തെ പിടിച്ചു നിർത്താൻ കഴിയുമോ എന്നാണ് അറിയേണ്ടത്. ഒരു ഗോൾ പോലും വഴങ്ങാതെയാണ് സ്പെയിൻ ക്വാർട്ടർ വരെ എത്തിയത്. കേപ്പ് വെർഡെക്കെതിരായ ഗോൾരഹിത സമനിലയോടെയാണ് തുടങ്ങിയതെങ്കിലും പിന്നീടെല്ലാം ജയിച്ചു കയറി. പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലിനെതിരെ 1 ഗോളിന്റെ ജയം. പക്ഷേ മത്സരത്തിലെ പ്രകടനം അത്ര ആവേശം പകരുന്നതല്ല ആരാധകർക്ക്. പരിക്കേറ്റ സ്റ്റാർ വിംഗർ നിക്കോ വില്യംസ് ഇത്തവണയും പകരക്കാരുടെ നിരയിലായിരിക്കും. ഉനൈ സിമോൺ ക്ലീൻ ഷീറ്റ് നേട്ടം തുടർന്നാൽ സ്പെയിന് മാനസിക മേൽക്കൈയുണ്ടാകും പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. ബെൽജിയത്തിന്റെ ഗോൾ പോസ്റ്റും കടുകട്ടിയാണ്. തിബോ കോട്ടുവയുടെ പരിചയസമ്പത്തും റിഫ്ലക്സും ലോകവേദിയെ വിസ്മയിപ്പിച്ചിട്ടുള്ളത് ആദ്യമായിട്ടല്ല. യൂറോപ്യൻ ചാമ്പ്യന്മാരെ മലർത്തിയടിക്കുമെന്നാണ് കോട്ടുവയുടെ പ്രഖ്യാപനം. I think the most important is to win your games and not only to play well football. It's a nice thing to also play well, but the most important is to win and to continue, and that's what we did. And Spain is a great team. I think they are one of the favorites to win it. So obviously we start as an underdog against them, but I say football everything is possible, and I believe that we can win with all respect, but obviously they are the favorite. റൗണ്ടുകൾ പിന്നിടും തോറും കരുത്താർജിച്ചാണ് ബെൽജിയം നിൽക്കുന്നത്. കെവിൻ ഡിബ്രൂയിനെ
ചാൾസ് ഡെ കെറ്റ്ലറെ, ജെറമി ഡോക്കു എന്നിങ്ങനെ വൻ നിരയാണ് ബെൽജിയത്തിന്റെ മുന്നേറ്റത്തിൽ. അമദു ഒനാനയുടെ പരിക്ക് മിഡ്ഫീൽഡിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. 22 തവണ രണ്ടു ടീമും ഏറ്റുമുട്ടിയപ്പോൾ 12 എണ്ണം വിജയിച്ച സ്പെയിന് കണക്കുകളിൽ മേധാവിത്വമുണ്ട്. 5 തവണ മാത്രമാണ് ബെൽജിയത്തിന് ജയിക്കാൻ കഴിഞ്ഞത്. ലോകകപ്പിലെ 2 മത്സരങ്ങളിൽ ഓരോന്നു വീതം ഇരു ടീമിനും സ്വന്തമായി. സെമി ഫൈനൽ ടിക്കറ്റ് എളുപ്പമാകില്ല 2 സംഘങ്ങൾക്കുമെന്നുറപ്പ്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. കാത്തിരിക്കുന്ന ഒരു പോരാട്ടമാണ് ജോസഫ്. സ്പെയിനും ബെൽജിയവും ഏറ്റുമുട്ടുന്നത്. ബെൽജിയം ഈ ആദ്യ ഘട്ടത്തിൽ, ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്നും വിഭിന്നമായി മനോഹരമായിട്ടുള്ള ഫുട്ബോൾ നോക്കൌട്ടിലേക്ക് എത്തിയപ്പോൾ പ്രകടമാക്കി. പക്ഷേ നോക്കൌട്ട് എത്തിയപ്പോൾ സ്പെയിൻ നേരെ തിരിഞ്ഞു. പോർച്ചുഗലിനെതിരെ ഒരു വിരസമായിട്ടുള്ളൊരു പോരാട്ടമായിരുന്നു. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്നാലും ബോറടിച്ചു ആക്ച്വലി, ശരിക്കും ആ കളി എന്ന് പറയാം. എന്നാലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വഴിമുടക്കി സ്പെയിൻ ഇതാ ക്വാർട്ടറിലേക്ക് എത്തി. എന്താണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത് ബെൽജിയവും സ്പെയിനും ഏറ്റുമുട്ടുമ്പോൾ? സ്പെയിൻ അത്യാവശ്യം വളരെ സേഫ് ആയിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. അത്യാവശ്യം നല്ല സേഫ് ആയിട്ട് അവർ കളിക്കുള്ളൂ എന്ന് വേണമെങ്കിൽ നിസ്സംശയം പറയാം. ഒരു ഗോൾ പോലും വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉദാഹരണം. ഏറ്റവും കൂടുതൽ നേരം ഗോൾ വഴങ്ങാത്തതിൻ്റെ റെക്കോർഡ് ഉണായി സിമോന്റെ പേരിലാണ് ലോകകപ്പിൽ നിന്നൊക്കെ നമുക്കറിയാം. അതിൻ്റെ കാരണം അവരുടെ ഡിഫൻസിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. നമ്മൾ സെൻട്രൽ ബാക്ക് പാർട്ണർഷിപ്പ് നോക്കുക, പൗ കുബാർസിയും ലപ്പോട്ടയും അതുപോലെ കുക്കുറയും പെഡ്രോ പോറയും അറ്റാക്കിന് ജോയിൻ ചെയ്യുമ്പോഴൊക്കെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി റോഡ്രി സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഡിഫൻസിൽ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അവർ അറ്റാക്ക് ചെയ്യുമ്പോഴും ആളുകൾ കമ്മിറ്റ് ചെയ്താൽ പോലും ഒരു ബാക്കപ്പ് ഉണ്ട്, ഒരു സേഫ്റ്റി അവർക്ക് എപ്പോഴും ഉണ്ട്. അതാണ് അവരുടെ സേഫ്റ്റി ഫസ്റ്റ് അപ്രോച്ചാണ്. അത് അറ്റാക്ക് നോക്കുവാണെങ്കിലും അവർ പൊസഷൻ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കും, റിസ്ക് എടുക്കില്ല. ഡ്രിബിൾ ചെയ്ത് 1-2 തവണ പന്ത് പോയാൽ അത് ലമീൻ യമാലും ആയിക്കോട്ടെ, കഴിഞ്ഞ മത്സരത്തിൽ ന്യൂനോ മെൻഡസിനെതിരെ 2-3 പ്രാവശ്യം പന്ത് പോയ പിന്നെ പുള്ളി അത് ശ്രമിച്ചില്ല. പുള്ളി ഡ്രിബിൾ ചെയ്യുന്നത് തന്നെ നിർത്തി. മെൻഡസിനെ മാറ്റിയിട്ട് പിന്നെ ഡ്രിബിൾ ചെയ്യാൻ മറന്നുപോയ പോലെ തോന്നി. അപ്പം അങ്ങനെ വളരെ സേഫ് ആയിട്ട് ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഒരു പെട്ടെന്നൊരു ക്വിക്ക് ട്രാൻസിഷനോട് അടിക്കുന്ന ഒരു രീതിയിൽ അവരുടെ ബിൽഡപ്പ് വളരെ സമയമെടുത്ത്, പണ്ടത്തെ ടിക്കിറ്റാക്ക പോലെയൊന്നും അല്ല, വ്യത്യാസമുണ്ട്. കുറേയും കൂടെയൊക്കെ സമയമെടുത്ത് ക്രിയേറ്റ് ചെയ്ത് ഗോൾ അടിക്കുക എന്നുള്ളതാണ്. വളരെ വേഗത്തിലല്ല അവർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗെയിമിൻ്റെ വേഗത കുറവായിരിക്കും, പക്ഷേ ടാക്ടിക്കൽ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. എങ്ങനെയാണ് തന്ത്രങ്ങൾ മെനയുന്നത്, മറുതന്ത്രങ്ങൾ മെനയുന്നത് എന്നൊക്കെ കാണേണ്ടി വരും. അപ്പോൾ സ്പെയിനിൻ്റെ ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇതിനോട് എങ്ങനെ ബെൽജിയം റിയാക്ട് ചെയ്യും. ഒനാനയെ പോലെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ പന്ത് തിരിച്ചെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളില്ല. അദ്ദേഹത്തിൻ്റെ പരിക്ക് വലിയ ക്ഷീണമാണ് ഈ മത്സരത്തിൽ. ഡിബ്രൂവിനെ സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം കൊണ്ട് ഫിറ്റായെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം കുറച്ചുകൂടി ഒരു ക്രിയേറ്റിവിറ്റിക്ക് ഒരു സ്കോപ്പ് ഉണ്ട്. ഇനി നമ്മൾ അറ്റാക്കിൽ നോക്കുവാണെങ്കിൽ ഡി കെറ്റ്ലറെ ഗോൾ അടിച്ചു, അസിസ്റ്റ് ചെയ്തു, അദ്ദേഹം ഫോമിലെത്തി. അതൊരു വലിയ പോസിറ്റീവ് ന്യൂസാണ്. ട്രൊസാർഡ് നല്ല ഫോമിലാണ്, ഗോൾ അടിക്കുകയും അടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഡോക്കു പക്ഷേ അത്ര ഫോമിലല്ല. മറ്റേ വിങ്ങിൽ നോക്കുവാണെങ്കിൽ അവിടെ ഒരു കൺസേൺ ഉണ്ട്. ലുക്കാക്കു ബെഞ്ചിൽ നിന്നും വന്ന് ഗോൾ അടിക്കുന്നുണ്ട്. അപ്പം ബെൽജിയത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു കംഫർട്ട് ഉണ്ട്, പക്ഷെ അത് സ്പെയിനെ ചലഞ്ച് ചെയ്യാൻ പറ്റിയ കംഫർട്ടാണോ എന്നുള്ളത് സംശയമാണ്. റൈറ്റ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്പെയിനെ ചലഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുകയും ചെയ്യുന്നു. എനിവേ, താങ്ക് യു ജോസഫ് ഫോർ ജോയിനിങ്. ജോസഫ് ജോർജ് ആണ് നമ്മോടൊപ്പം ചേർന്നത്. ഫുട്ബോളത്തിൽ ഈ ലോകകപ്പ് മത്സരങ്ങൾക്ക് അത് ഓരോ ദിനം കഴിയുന്തോറും കൂടുതൽ ആവേശം വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് 2ാം ക്വാർട്ടർ ഫൈനലാണ് സ്പെയിൻ വേഴ്സസ് ബെൽജിയം. ലോകകപ്പിൽ മത്സരമാകുമ്പോൾ ഒരു ടീം ജയിക്കും, മറ്റൊരു ടീം തോൽക്കും. ഈ ടീം തോറ്റ സങ്കടത്തിൽ ഇരിക്കുന്ന ആരാധകർക്ക് സൗജന്യമായി കാപ്പി നൽകി ആശ്വസിപ്പിക്കുന്ന ഒരു കഫേ അത് മെക്സിക്കോയിലുണ്ട്. കഫേയിലെ വിശേഷങ്ങൾ കാണാം. തോൽവി ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല, ലോക ഫുട്ബോളിൽ ഇഷ്ട ടീം തോൽക്കുമ്പോൾ പ്രത്യേകിച്ച്. എന്നാൽ മെക്സിക്കോ സിറ്റിയിലെ ലൂസേഴ്സ് കഫേയിലേക്ക് ചെന്നാൽ മൂഡ് മാറും. ഇവിടെ തോറ്റവർക്കാണ് ഡിമാൻഡ്. ലോകകപ്പിൽ നിങ്ങൾ പിന്തുണയ്ക്കുന്ന ടീം തോറ്റാൽ ആ ടീമിന് ജേഴ്സി കാട്ടിയാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു കാപ്പി തികച്ചും സൗജന്യമായി കുടിക്കാം. പ്രശസ്തമായ കോംബെ കഫേയുമായി സഹകരിച്ചാണ് മെക്സിക്കോ സിറ്റിയിലെ കോണ്ടേസയിൽ ഈ ലൂസേഴ്സ് കഫേ പ്രവർത്തിക്കുന്നത്. തോറ്റ ടീമുകളുടെ പതാകകൾ കഫേക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചാണ് ആരാധകരുടെ കൂട്ടായ്മ ഉണ്ടാക്കുന്നത്. ടീം തോറ്റതിന്റെ സങ്കടത്തിൽ എത്തുന്നവർക്കുള്ള സ്നേഹാലിംഗനമാണ് ഈ സൗജന്യ കാപ്പി. Justo hoy vine por un chai y terminé como con 5 más porque vi la promo y dije, pues, ¿por qué no? ¿Y qué te parece? Está muy divertida, se me hace algo muy, pues, nuevo el hecho de entrar por un café y que te digan que si tu equipo perdió, te regalan uno. Entonces, como un abrazo al corazón.
തുടക്കത്തിൽ ഈ ആശയം മനസ്സിലാക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടായിരുന്നുവെന്ന് കഫേ ഉടമ ഇയാൻ ഇൻഫന്റ് പറയുന്നു. ഒരു സംരംഭകൻ എന്ന നിലയിൽ തന്റെ ജീവിതത്തിലും ഒട്ടനവധി ഉയർച്ച താഴ്ചകളുണ്ടായി. കളിക്കളത്തിൽ എന്ന പോലെ ബിസിനസ്സിലും ജീവിതത്തിലും വിജയവും തോൽവിയും സ്വാഭാവികമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. Al principio de pronto habrá costado un poco que la gente entendiera, y más porque bueno, a veces la gente dice, bueno, loser, yo no soy un perdedor, ¿no? Pero ya a medida que han pasado los días y que se les ha explicado cómo funciona la dinámica, el qué y el por qué, creo que la gente lo ha entendido y ahora lo disfruta más y se siente un poquito más como en conexión con eso. തോൽവിയിലും മധുരം നിറയ്ക്കുന്ന ഈ ലൂസേഴ്സ് കഫേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും തരംഗമാണ്. വെൽക്കം ഡെസ്ക് ന്യൂസ് 18. ന്യൂയോർക്കിലെ റോക്ക്ഫെല്ലർ സെന്ററിൽ ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാഴ്ത്തി കൂറ്റൻ ലെഗോ ലോകകപ്പ് ട്രോഫി സ്ഥാപിച്ചു. ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസം കഫുവാണ് ഈ അപൂർവ ശില്പം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ആകാശ ന്യൂയോർക്കിന്റെ ഹൃദയഭാഗത്ത് ലെഗോ കട്ടകൾ കൊണ്ട് നിർമ്മിച്ച ഈ കൂറ്റൻ ശില്പത്തിന് 8.47 മീറ്റർ ഉയരമുണ്ട്. 13 ലക്ഷത്തിലധികം ലെഗോ ബ്രിക്സുകൾ ഉപയോഗിച്ചാണ് 59 വിദഗ്ധർ ചേർന്ന് 7000-ലധികം മണിക്കൂറുകൾ അധ്വാനിച്ച് ഈ അത്ഭുതം യാഥാർത്ഥ്യമാക്കിയത്. ബ്രസീലിന്റെ ഇതിഹാസ താരം കഫുവും ലെഗോ ചീഫ് ഡിസൈനർ ക്രിസ്റ്റഫും ചേർന്നാണ് പ്രതിമ അനാവരണം ചെയ്തത്. ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ നോർവേയോട് തോറ്റ് ബ്രസീൽ പുറത്തായതിന്റെ നിരാശയുണ്ടായിരുന്നു കഫുവിന്. ലോകകപ്പിനായുള്ള കാത്തിരിപ്പ് നീളുന്നത് അടുത്ത ടൂർണമെന്റിൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുമെന്നും 2002 ലോകകപ്പിലെ ബ്രസീലിന്റെ ചാമ്പ്യൻ ക്യാപ്റ്റൻ പറയുന്നു. കാർലോ ആൻസലോട്ടിക്ക് അടുത്ത 4 വർഷം തയ്യാറെടുപ്പിനായി നൽകണമെന്നും കഫു. Agora ele vai ter 4 anos. Ele vai ter 4 anos para preparar o time que ele quer. Ele vai ter 4 anos para preparar uma seleção brasileira. Ele veio apagar fogo, Ancelotti, na realidade. Ele pegou uma seleção brasileira que veio aí de 3 outros treinadores, de muitas confusões administrativas. Ele pegou um bonde meio que andando. Ele tentou consertar esse bonde na metade do caminho, tentou colocar esse navio aí na sua rota certa, mas infelizmente não conseguiu. Agora ele vai pegar o navio atracado e vai ter condições de seguir na sua rota exata. ഇത്രയും വലിയൊരു ശില്പം നിർമ്മിക്കാൻ കഴിഞ്ഞതിലും അത് കഫുവിനെ പോലൊരു ഇതിഹാസത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ടെന്ന് ലെഗോ ഡിസൈനർ ക്രിസ്റ്റഫ്. It's so emotional, it's massive, it's like almost 8.5 meters tall and it's made of more than 1,360,000 bricks. Just the bricks alone weighs 4.2 tons, and so coming out of this building and seeing this is very emotional. It's like I was speechless honestly when I first saw it. ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ എന്നിവരുടെ ലെഗോ രൂപങ്ങളും ഇതിനൊപ്പമുണ്ട്. ലോക ഫൈനൽ നടക്കുന്ന ജൂലൈ 19 വരെ ഈ കൂറ്റൻ ലെഗോ ട്രോഫി റോക്ക്ഫെല്ലർ സെന്ററിൽ ഉണ്ടാകും. വെൽക്കം ഡെസ്ക് ന്യൂസ് 18. ഈ കാഴ്ചയോടുകൂടി ഫുട്ബോൾ ഇപ്പോൾ പൂർണ്ണമാവുകയാണ്. വീണ്ടും 9:40 നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.